ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളർ പേപ്പറുകൾ വെച്ച് വളരെ സിമ്പിളായി എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കളർ പേപ്പറുകൾ വെച്ച് എങ്ങനെയാണ് പൂക്കൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും വീണ്ടും നമുക്ക് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത പീസും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇതുപോലെ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസിൽ നിന്നും ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്ലവർ ആക്കി കട്ട് ചെയ്തെടുക്കണം. പേപ്പർ ക്രാഫ്റ്റുകളൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പേപ്പർ ക്രാഫ്റ്റുകൾക്ക് വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേനയുടെ ബാക്ക് വശം കൊണ്ട് ഓരോ ഫ്ലവറും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. എല്ലാ പൂക്കളും നമ്മളപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ആദ്യം നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് നമുക്ക് ഇല കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പീസ് നമുക്ക് റോൾ ചെയ്തെടുക്കണം. തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് വരുന്ന ഈ ഒരു ഭാഗം കുറച്ചൊന്ന് വളച്ചു കൊടുക്കണം. നമ്മൾ വളച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്താണ് നമുക്ക് പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് പൂക്കൾ ഓരോന്നായി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പേപ്പർ ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പൂക്കളിൽ വീണ്ടും നമ്മൾ ഇതുപോലെ പൂക്കൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുത്ത് ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ഇലകൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. സിമ്പിളല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. പൂക്കളുടെ നടുക്ക് വേണമെങ്കിൽ നമുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പല കളറിലുള്ള പേപ്പറുകൾ വെച്ച് നമ്മൾ പൂക്കൾ ചെയ്തെടുത്തു. ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പൂക്കൾ ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പേപ്പർ പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.